വാഷ് ചെയ്യാൻ താല്പര്യം സ്ഥലമുള്ളവർ അത് ചെയ്യണം, നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം അതിന് ജീവാമൃതം ഏറ്റവും അത്യാവശ്യം വരികയാണ്, ഏറ്റവും അത്യാവശ്യം. കാരണം അത് മാസം തോറും കൊടുക്കും. മാസം തോറും എങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുത്താലും നല്ലതാണ്. കാരണം ഇതിനകത്തുള്ള ജീവാമൃതം എന്നുള്ള പേര് ഇതിനകത്ത് ജീവികൾ, അതായത് ഗോമൂത്രത്തിലും ചാണകത്തിലും ഒക്കെയുള്ള ജീവികളെ ഇത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ജീവാമൃതം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കുന്നത്. അത് കുറച്ചും കൂടി എണ്ണം വർദ്ധിപ്പിക്കാനായിട്ടാണ്. അതിനായിട്ടാണ് ശർക്കരയും ഇതൊക്കെ ഇടുന്നത്. അതുകൊണ്ട് തിന്നാനുള്ളതാണ് ഈ ശർക്കരയും പൊടിയൊക്കെ. പയർ പൊടി, ഏതെങ്കിലും പയർവർഗ്ഗത്തിൻ്റെ പൊടി തന്നെ വേണം. എന്തെങ്കിലും പൊടി പോരാ, അരിപ്പൊടി പോരാ. പയർവർഗ്ഗം എന്ന് പറയുമ്പോൾ 2 എതിരുള്ള ഇതാണല്ലോ പയറെന്ന് പറയുന്നത്. ഒരു പയർ പൊളിച്ചാൽ 2 ആയിട്ട് വരില്ല. അപ്പോൾ ഏതെങ്കിലും പയർവർഗ്ഗങ്ങളുടെ പൊടി തന്നെ വേണം. അപ്പോൾ പയർവർഗ്ഗത്തിൻ്റെ പൊടി ഞാനൊരു ആ പാത്രം നിറയെ ഉണ്ടാക്കാനുള്ള അളവാണ് പറയുന്നത്. 200 ലിറ്ററാണ്. അപ്പോൾ 200 ലിറ്റർ ഉണ്ടാക്കണമെങ്കിലുള്ള ഒരു അളവ് പറയുകയാണ്. അപ്പോൾ ഒരു 10 കിലോ നമുക്കൊരു സാധാരണ കൊട്ടയാണെങ്കിൽ ഒരു കൊട്ട ചാണകം, ഇത് റബ്ബർ കൊട്ടയില്ല, അതിനകത്ത് ഒരു കൊട്ട ചാണകം. ഈ 10 ലിറ്റർ നിങ്ങൾക്ക് 200 വേണ്ട, 20 മതിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 200 ലിറ്ററിൻ്റെ പറയുകയാണെങ്കിൽ ആ ചാണകം ഒരു കൊട്ട 10 കിലോ ചാണകം. ഗോമൂത്രം പിടിക്കാനുള്ള സംവിധാനമുള്ള വീടുകളാണെങ്കിൽ 5 മുതൽ 10 ലിറ്റർ വരെ, 10 ലിറ്റർ ആവാം, 5 ആയാലും മതി, ഇത്ര വരെ ഗോമൂത്രം വേണം. പിന്നെ ഒരു 2 കിലോ ഏതെങ്കിലും പയർവർഗ്ഗത്തിൻ്റെ പൊടി, ചെറുപയറിലോ ഏതെങ്കിലും ഒരു പയർവർഗ്ഗത്തിൻ്റെ പൊടി. പിന്നെ ഒരു 2 കിലോ ശർക്കര. ശർക്കര എന്ന് പറഞ്ഞാൽ കറുത്ത ശർക്കര തന്നെ വേണം. വെളുത്ത ശർക്കര ആയാലും അതിന് ഗുണം കുറവാണ്. കാരണം ഒന്നും കൂടി പ്രോസസ്സ് ചെയ്യണമെന്നാണ് വെളുപ്പ് നിറം വരുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് എല്ലാ ശർക്കരയും കറുപ്പാണ്. അത് വീണ്ടും പ്രോസസ്സ് ചെയ്ത് അങ്ങനെയാണ് വെളുപ്പ് നിറം വരുന്നത്. അപ്പോൾ വെളുപ്പ് നിറത്തിനേക്കാളും ഗുണം കൂടുതൽ കറുത്ത ശർക്കരയ്ക്കാണ്. കറുത്ത ശർക്കരയുടെ പൊടി ഒരു 2 കിലോ വേണം. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്ന ഒരു ചിരട്ട മണ്ണ്, എവിടെയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഇത്തിരി മണ്ണും കൂടി വേണം. ആ മണ്ണിലുള്ള അണുക്കളുണ്ട്, പിന്നെ നമ്മുടെ മണ്ണിലൊക്കെ അണുക്കളുണ്ട്. ആ അണുക്കളെ കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് വർദ്ധിപ്പിക്കണം. അതിനാണ് ആ മണ്ണിടുന്നത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് വെള്ളം നിറച്ച്, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക നല്ലോണം. അത് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ തലയേക്കറൊക്കെ പറയണത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളോട് ചെയ്യുന്നില്ല, ഇളക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ലോണം കൂട്ടി യോജിപ്പിച്ചിട്ട് അത് നിറച്ച് വെള്ളം പിന്നെ ഒഴിക്കുക. വീണ്ടും ഈ അടിവശം വരെ ഇങ്ങനെ നല്ലോണം നല്ല തൂമ്പയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിപ്പിച്ച് നല്ലോണം ഇളക്കുക. അതൊരു കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞിട്ട് ഈ ചണച്ചാക്കിട്ട് മൂടി വെക്കുക. വെള്ളം ഒഴിക്കുന്നത് എന്തൊരു വെള്ളം ഇല്ലാത്ത വെള്ളം വേണം, ഇത് ക്ലോറിനേറ്റഡ് അല്ലാത്ത, നമ്മൾ കിണറ്റിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ പൈപ്പ് വെള്ളമാണെങ്കിൽ അത് തുറന്ന് വെച്ച് ക്ലോറിൻ കളഞ്ഞതിന് ശേഷം ഒഴിക്കുന്നതാണ് നല്ലത്. ക്ലോറിനേറ്റഡ് അല്ലാതാണ്. അപ്പോൾ ആ വെള്ളം ഒഴിക്കുക, നിറയ്ക്കുക, ചണച്ചാക്കിട്ട് മൂടുക. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും തുറക്കുക, ഒന്നും കൂടി ഇളക്കുക, വീണ്ടും അടയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇളക്കുക, അടയ്ക്കുക. അങ്ങനെ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് 2 നേരം, 3 നേരം പറ്റുമെങ്കിൽ 3 നേരവും ഇളക്കി കൊടുക്കാൻ തിന്നാൽ 4-ാം ദിവസം രാവിലെ തെളിഞ്ഞ് നിൽക്കും ഈ വശത്ത്. അതിനൊരു മണമോ ചീത്ത മണമോ ഒന്നുമില്ല. പിന്നെ 5-ാം ദിവസം, 4-ാം ദിവസമോ 5-ാം ദിവസമോ എങ്കിലും നിങ്ങളത് ചെടികൾക്ക് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ ഇതിനകത്ത് ഈ അണുക്കൾ ഉണ്ടായ അണുക്കൾ കൂടുതലുണ്ടാവും. ആ അണുക്കൾ മുഴുവനും നശിച്ചു പോകും. പതുക്കെ കുറഞ്ഞു വരും. 7-ാം ദിവസം 8-ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേനും വരെ വേണമെങ്കിലും ഒഴിക്കാമെന്ന് വെച്ചോ. എന്നാലും 4-5 ദിവസങ്ങളിലുള്ള പോലെയുള്ള അണുക്കൾ അതിനകത്ത് ഉണ്ടാവില്ല. അണുക്കളെന്ന് പറഞ്ഞാൽ മണ്ണിനും ചെടികൾക്കും ആവശ്യമായ അണുക്കളാണ് ഈ പറയുന്നത്. അത് ഉണ്ടാവില്ല. അപ്പോൾ ഒത്തിരി താമസിക്കാതെ ഒഴിക്കണം. പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ഉണ്ടല്ലോ, വേസ്റ്റായിട്ട് അതിൻ്റെ അടിയിൽ തങ്ങിക്കിടക്കും കട്ടിയായിട്ട്. അത് ഇതുപോലെയുള്ള മാവ്, തെങ്ങ്, വലിയ മരങ്ങൾക്ക്, പിന്നെ തക്കാളി പോലെയുള്ള മരങ്ങൾക്കൊക്കെ ഒഴിക്കുമ്പോൾ, അതായത് ഇത്തിരി വില കുറവുള്ള ഇതിനൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളം ചേർത്തിട്ട് തന്നെ ഒഴിക്കണം. നല്ലോണം വെള്ളം ചേർക്കാം. 10 ലിറ്റർ വെള്ളം ചേർക്കാമെന്ന് പറയുന്നത്. ഈ ഇല എടുത്തിട്ട് 10 ലിറ്റർ വെള്ളം ചേർത്ത് അത് ഒഴിക്കുക. പച്ചക്കറികൾക്കൊക്കെ വെള്ളം ചേർത്ത് ഒഴിച്ചാൽ മതി. ഇത്തിരി ബലം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഒഴിക്കാം. ഇതാണ് ജീവാമൃതം ഉണ്ടാകാൻ. ഇത് ഒരു കുപ്പി ജീവാമൃതം മേടിക്കാൻ കിട്ടും നമുക്ക്, ഒരു കുപ്പിയൊക്കെ, 1 ലിറ്ററൊക്കെ. ഇത് 120 രൂപയെന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കാമെങ്കിൽ ഇതെല്ലാം കൂടി 120 രൂപയുടെ ചിലവാണ് വരുന്നത്.
വളവും ഇത് അങ്ങനെയാണ് ജീവാമൃതം ഉണ്ടാക്കുന്നത്. ഇത് മാസം തോറും ഉണ്ടാക്കണം, ചെടികൾക്ക് ഒഴിക്കണം എന്നാണ്. അത് മണ്ണിന് നല്ലതാണ്, ചെടികൾക്ക് നല്ലതാണ്. മറ്റേ നിങ്ങൾ അതിനകത്ത് കണ്ടല്ലോ ഈ ലവ് മൾച്ചിങ്ങും ഒക്കെ പറഞ്ഞില്ലേ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ആ ചെടികൾക്കും ഈ വളരുന്ന ചെടികൾക്കും പിന്നെ പറമ്പിന് മൊത്തം ഒഴിക്കാൻ കൂടുതലുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ ഒഴിക്കാം. പറമ്പിൽ മൊത്തം ചെടികളുടെ ചോട്ടിൽ മാത്രമല്ല, അവിടെയൊക്കെ ഇതിൻ്റെ അണുക്കൾ വെച്ചിട്ടുണ്ട്. ആണ് ജീവാമൃതത്തെക്കുറിച്ചുള്ള